ദേശീയ ഫ്ലൂറോസിസ് നിയന്ത്രണ നിവാരണ പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി പരിധിയിൽ സീവ്യൂ വാർഡിലെ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിലാണ് ഫ്ലൂറോസിസ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലാണ് ഇവിടെ ടെസ്റ്റും ഇന്നത്തെ ഒരു ക്ലാസ്സുമെല്ലാം നടക്കുന്നത്. ഫ്ലൂറോസിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫ്ലൂറോസിസ് നമ്മളുടെ ആലപ്പുഴക്കാർക്ക് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ആലപ്പുഴക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഈ പല്ലുകൾക്കും എല്ലുകൾക്കുമെല്ലാം വലിയ ദോഷമാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് 2-3 തരത്തിലുള്ള ഫ്ലൂറോസിസ് പറയുന്നുണ്ട്. ഒന്ന് ഇത് പല്ലുമായി ബന്ധപ്പെട്ടും 2 എല്ലുമായി ബന്ധപ്പെട്ടാണ് സ്കെൽറ്റൽ ഫ്ലൂറോസിസ്. അപ്പൊ ഇത് ആലപ്പുഴയിലെ ഒരു പ്രായമുള്ള ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ അധ്യക്ഷയായി. ഡെന്റൽ സർജൻ ഡോക്ടർ ഡെൻസി സെബാസ്റ്റ്യൻ വിഷയാവതരണവും ബോധവൽക്കരണവും നടത്തി. വനിതാ ശിശു ആശുപത്രിയെ പ്രതിനിധീകരിച്ച് S ജയകൃഷ്ണൻ, K രമ്യ, KM ലത, PS സൗമ്യ, KC ലത, ടെസി നെൽസൺ, മുനീറ എന്നിവർ നേതൃത്വം നൽകി. നിശ്ചിത അളവിൽ കൂടുതൽ ഫ്ലൂറൈഡ് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയ കുട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ക്ഷയരോഗ നിർണയ ക്യാമ്പയിനായ TB 100 ദിന എലിമിനേഷൻ പരിപാടിയും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയായ അശ്വമേധവും സംഘടിപ്പിച്ചു. ACV ന്യൂസ്, ആലപ്പുഴ.